എവ്രിവൺ. ഇന്ത്യൻ റവന്യൂ സർവീസിലെ നോട്ടബിൾ ഓഫീസേഴ്സിനെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ റവന്യൂ സർവീസിൽ വളരെ ഉയർന്ന പോസ്റ്റുകളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധേയരായ ചില ഓഫീസേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. UPSC ബോർഡ് മെമ്പർ ആകുന്ന ആദ്യത്തെ IRS ഓഫീസറാണ് 1969 ബാച്ചിലെ ഓഫീസറായ പർവീൻ തൽഹ. മാത്രമല്ല ഇന്ത്യയിലെ എനി ക്ലാസ് 1 സിവിൽ സർവൻ്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിം വനിത കൂടിയാണ് ഇവർ. ഇന്ത്യയിലെ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ച ആദ്യത്തെ വനിതയും ഇവരാണ്. 2014 രാജ്യം ഇവരെ പത്മശ്രീ നൽകി ആദരിച്ചു. 1975 ബാച്ചിലെ ഓഫീസറായ പൂനം കിഷോർ സക്സേന പ്രശസ്തയായത് CBDTയുടെ ചെയർപേഴ്സൺ ആയിക്കൊണ്ടാണ്. ആൻഡ് ദ റാങ്ക് വാസ് ഓഫ് ദാറ്റ് ഓഫ് സെക്രട്ടറി ഓഫ് CBDT. അവരെ സെലക്ട് ചെയ്തത് ക്യാബിനറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയാണ്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ജനറലിലെ ഡയറക്ടർ ജനറലായും ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1978 ബാച്ചിലെ ഓഫീസറായ ദയാശങ്കർ IRS പ്രശസ്തനായത് മുംബൈ, ഡാമൻ, ഗോവ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ഗോൾഡ് സ്മഗ്ലിങ്ങിനെതിരെ അദ്ദേഹം നടത്തിയ ക്രാക്ക് ഡൗൺസിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ക്രാക്ക് ഡൗൺ നടത്തിയത് ദാവൂദ് ഇബ്രാഹിമിനെതിരായിരുന്നു. മുംബൈയിലെ ഇന്ത്യൻ കസ്റ്റംസിൻ്റെ ചീഫായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. 1978 ബാച്ചിലെ KV ചൗധരി IRS CBDTയുടെ ചെയർപേഴ്സണായിട്ടും സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. 2019 മുതൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടർ ബോർഡിലെ അംഗം കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ 24ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തിയാണ് 1980 സിവിൽ സർവീസ് ബാച്ചിലെ IRS ഓഫീസറായ സുശീൽ ചന്ദ്ര. CBDTയുടെ ചെയർപേഴ്സണായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഇന്റർനാഷണൽ ടാക്സേഷനിൽ ഇൻകം ടാക്സ് കമ്മീഷണറായും മുംബൈയിൽ ഡയറക്ടർ ഓഫ് ഇൻവെസ്റ്റിഗേഷനായും ഗുജറാത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻവെസ്റ്റിഗേഷനായും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഉയർന്ന പോസ്റ്റുകൾ വഹിച്ച ചുരുക്കം ചില ഓഫീസേഴ്സിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ബൈ.